തനിക്കെതിരായ മീറ്റു ക്യാമ്പയിൻ തെറ്റിദ്ധാരണയാണെന്ന് നടൻ മുകേഷ്. ആ പെൺകുട്ടിയെ കണ്ടതായി ഓർമ്മയില്ല. ഫോൺ വിളിച്ചത് മറ്റാരെങ്കിലും ആകാം. അവിടെ വേറെ മുകേഷ് കുമാർ ഉണ്ടായിരുന്നിരിക്കാം. ലേ മെറിഡിയൻ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. ക്രൂവിനെയും അവിടെയാണ് താമസമൊരുക്കിയതെന്ന് അറിയില്ല. എത്ര ഓർത്തിട്ടും ടെസ് ജോസഫിനെ ഓർമ്മ വരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഓർക്കുന്നില്ല. ഒരു ഫോട്ടോ കണ്ടിട്ടും എനിക്ക് സാധാരണഗതിയിൽ ഏതെങ്കിലും ഇതിപ്പോൾ ഒരു ക്രൂ 19 കൊല്ലം മുമ്പ് എനിക്ക് ഓർമ്മയില്ല, അറിഞ്ഞൂടാ. ഡെറിക് ഒബ്രെയിനോട് പരാതി പറഞ്ഞെന്ന് പറയുന്നത് വിശ്വസിക്കുന്നില്ല. TV ഷോയിൽ എന്റെ ഗുരുവാണ് അദ്ദേഹം. ആദ്യ ഷോ സംവിധാനം ചെയ്തത് അദ്ദേഹമാണ്. മികച്ച പിന്തുണയാണ് നൽകിയത്. ആ ഷോയ്ക്ക് ശേഷം 10 വർഷം മുൻപ് ഡെറിക് കൊച്ചിയിൽ ഡിസ്കവറി ചാനലിന് വേണ്ടി ഒരു പരിപാടി നടത്താൻ എത്തിയിരുന്നു. അന്ന് എന്നെ വിളിച്ച് അവിടേക്ക് വരുമോ എന്ന് ചോദിച്ചു. കേരളത്തിൽ എനിക്ക് ആകെയുള്ള സുഹൃത്താണെന്നാണ് അന്ന് പറഞ്ഞത്. ടെസ് ജോസഫ് ആരോപിക്കുന്നത് പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം സൂചിപ്പിച്ചേനെ എന്നും മുകേഷ് വ്യക്തമാക്കി. ഇപ്പോൾ ഇത് 19 കൊല്ലം എന്ന് പറഞ്ഞു. 10 കൊല്ലം മുമ്പ് എറണാകുളത്ത് വന്നപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഇങ്ങനെ ഡെറിക് ഓബ്രയൻ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഡിസ്കവറി ചാനലിന് വേണ്ടി ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നുണ്ട് കല്ലൂരിൽ ഒരു ഹാളിൽ വെച്ചിട്ട്, മുകേഷ് ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരും. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അന്ന് എൻ്റെ തോളിൽ പിടിച്ചിട്ട് പറഞ്ഞത്, കേരളത്തിന് എനിക്ക് ആകെക്കൂടെ അറിയാവുന്നത് മുകേഷിനെയാണ്, എൻ്റെ ആകെക്കൂടെ ഉള്ളൊരു ഫ്രണ്ട് മുകേഷാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അദ്ദേഹം എന്നിലുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ വിളിക്കത്തുമില്ല, അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തതിനായിരുന്നു. അപ്പോൾ അവിടെ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. വേറെ ആരെങ്കിലും ഒരു മുകേഷ് കുമാർ എന്ന് പറഞ്ഞ പേരിലുള്ള എനിക്ക് അറിഞ്ഞൂടാ, അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചെയ്യത്തില്ല. ടെസ് ജോസഫ് തന്നെ തെറ്റിദ്ധരിച്ചതാണ്. തന്റെ ആരോപണം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കുട്ടി ടെസ് ജോസഫ് തന്നെ പറഞ്ഞു, കേസിനും വഴക്കിനൊന്നുമല്ല, എൻ്റെ മനസ്സിലുള്ളത് കോറിയതാണ്. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെ ഈ TV കവർ ചെയ്യുകയും അത് പൊളിറ്റിസൈസ് ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല, അതൊന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ചതെന്ന് ഉദ്ദേശിച്ചതെന്നും ഒക്കെ പറഞ്ഞു. അപ്പോൾ അതും മുഖവിലേക്ക് എടുക്കണം. എന്നിട്ടും എനിക്കെതിരെ തിരിയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ ഒരു പരിപാടിക്ക് ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടി വിളിച്ച് ടെസ് ജോസഫ് ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് ചോദിച്ചു. സൗഹൃദ സംഭാഷണം എന്ന നിലയ്ക്ക് അതിന് മറുപടി നൽകി. അത് പ്രതികരണമായിരുന്നില്ലെന്നും മുകേഷ് വ്യക്തമാക്കി. ഇന്നലെ ഞാനിപ്പോൾ ഇവിടെ തന്നെ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നപ്പം ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മുകേഷ് ഏട്ടാ, ഇങ്ങനെ ബോംബെ എന്നൊരു കുട്ടി ഇങ്ങനെ 19 കൊല്ലം മുമ്പ് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തല്ലോ, എന്താണ്? ഞാനതൊരു സൗഹൃദ സംഭാഷണമാണെന്നാണ് വിചാരിച്ചത്. ഞാൻ മുക്കിനും മൂലയിലും ഒക്കെ പറഞ്ഞു. അതൊരിക്കലും പ്രതികരണമാണെന്നും എന്നോട് പറഞ്ഞില്ല, റെക്കോർഡ് ചെയ്യുന്നെന്നും എന്നോട് പറഞ്ഞില്ല. അതായിരുന്നെങ്കിൽ ഞാൻ വ്യക്തമായി പറഞ്ഞാനായിരുന്നു. ആ ഒരു തെറ്റിദ്ധാരണ കൂടെ മാറ്റണം. മീറ്റു ക്യാമ്പയിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നയാളാണ് ഞാൻ. എന്റേത് കലാകുടുംബമാണ്. പണ്ട് കാലത്ത് കലാരംഗത്ത് ലിംഗവ്യത്യാസം ഉണ്ടായിരുന്നു, ഇന്നതില്ല. ഇന്നങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പെൺകുട്ടികൾ ധൈര്യമായി മുന്നോട്ട് വരണമെന്ന് മുകേഷ് ആവശ്യപ്പെട്ടു. താനിപ്പോൾ സെൽമി ദി ആൻസർ എന്നൊരു TV ഷോ ചെയ്യാൻ ഒരുങ്ങുകയാണ്. പ്രളയ ദുരിതത്തിൽപ്പെട്ടവരെ സഹായിക്കാനാണ് അതിന്റെ പ്രധാന ലക്ഷ്യം. അതുകൂടി മുഖവിലേക്ക് എടുക്കണമെന്ന് മുകേഷ് ഓർമ്മിപ്പിച്ചു. ഞാനിപ്പോൾ സെൽമി ദി ആൻസർ എന്ന് പറഞ്ഞിട്ട് സീസൺ 3 അത് ഈ ശനിയാഴ്ച തുടങ്ങുകയാണ്. അത് പ്രളയ ബാധിതർക്ക് വേണ്ടി, അവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് നമ്മൾ പ്രളയത്തിൽ കാണിച്ച ആ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഉള്ള ആ ഒരു കെട്ടുറപ്പ്, ഇത് പ്രളയത്തിലേക്ക് പോകുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് കുറേ പൈസ പോകുന്നത്. അതിൻ്റെ വിശദവിവരങ്ങൾ അതിനകത്തറിയും. അതും ഒരു പോയിന്റ് ആണ്. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഫോണിലൂടെ രാത്രി മുഴുവൻ ശല്യപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അത് ഞാനാണെന്ന് എങ്ങനെ പറയാനാകുമെന്ന് മുകേഷ് ചോദിച്ചു. ടെസ്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ എന്നും മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അക്കാര്യം പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും കൊല്ലം MLA വ്യക്തമാക്കി. എൻ്റെ പാർട്ടിയായിട്ട് എനിക്ക് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് ആ ഒരു നില വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയുന്നതനുസരിച്ച് ചെയ്യും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.